ഫസ്റ്റ് ഓഫ് ഓൾ എനിക്കറിയില്ല ഈ ബീഹാറിലും യു പിയിലും ഇതിന് മാത്രം എന്താ പ്രശ്നമുള്ളതെന്ന്. ഇത് ഞാൻ പറഞ്ഞതല്ല. എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ അറിയില്ല ഈ ബീഹാറിലും യു പിയിലും ഇതിന് മാത്രം എന്ത് പ്രശ്നമുള്ളതെന്ന്. നീതി ആയോഗിന്റെ മൾട്ടി ഡൈമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ് പ്രകാരം ഈ 5 സംസ്ഥാനങ്ങളാണ് ഹയസ്റ്റ് പോവർട്ടി അടയാളപ്പെടുത്തിയിട്ടുള്ളത്. ചേച്ചിക്ക് അറിയാമോ എന്നെനിക്കറിയില്ല. ഇന്ത്യയിലെ ഏറ്റവും വലിയ ദരിദ്ര സംസ്ഥാനമാണ് ബീഹാർ. അവിടെ 33.76% ജനങ്ങളാണ് ദരിദ്രരായി ജീവിക്കുന്നത്. 22.93% പോവർട്ടിയോടെ ഏറ്റവും കൂടുതൽ ദരിദ്ര ജനസംഖ്യയുള്ള സംസ്ഥാനമായി 4ാം സ്ഥാനത്തുള്ളത് ഉത്തർപ്രദേശാണ്. ഒരു വ്യക്തിക്ക് ശരാശരി ലഭിക്കേണ്ട വരുമാനം, അതായത് ഇൻകം ഇൻഇക്വാളിറ്റി നിലനിൽക്കുന്ന 2 സംസ്ഥാനങ്ങളാണ് ബീഹാറും ഉത്തർപ്രദേശും. യൂണിയൻ മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ 2024-25 ആനുവൽ ഹെൽത്ത് റിപ്പോർട്ട് പ്രകാരം യു പിയിൽ 1000 കുട്ടികളിൽ 43 പേർ 5 വയസ്സിന് മുമ്പേ മരണപ്പെടുന്നു. അവിടുത്തെ ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് 38 per 1000 ആണ്. മാതൃത്വ മരണനിരക്ക് 1 ലക്ഷം ജനനങ്ങളിൽ 167 ആണ്, അതായത് ദേശീയ ശരാശരിയേക്കാൾ കൂടുതൽ. ബീഹാറിൽ 3 വയസ്സ് പ്രായമുള്ള കുട്ടികളിൽ ഏകദേശം 55% പേരും പോഷകാഹാരക്കുറവുള്ളവരാണ്. ബീഹാറിൽ 90% കുട്ടികളിൽ ടോക്സിക് എക്സ്പോഷർ അഥവാ വിഷബാധ കണ്ടെത്തി. മലിനമായ ജലം, ഭക്ഷണം, വ്യവസായ മലിനീകരണം തുടങ്ങിയവയിലൂടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഒരു മലിനീകരണ അവസ്ഥയാണിത്. ബീഹാറിലെ മനുഷ്യർ ജീവിക്കുന്നത് ഡെവലപ്മെന്റ് കൊണ്ടല്ല, സർവൈവൽ കൊണ്ടാണ്. പഠിപ്പിക്കാൻ അധ്യാപകർ പോലും ഇല്ലാത്ത സംസ്ഥാനമായി ബീഹാർ മാറിയിട്ടുണ്ട്. അംഗനവാടികളെ പശുത്തൊഴുത്താക്കി മാറ്റിയ ഡെവലപ്മെന്റ്. വേൾഡ് 16 ലാർജസ്റ്റ് എക്കണോമിയായ ഇന്ത്യയിൽ ഇന്നും ബീഹാറിലെ ജനങ്ങൾ ശൌചാലയമില്ലാതെ തുറസായ ഇടങ്ങളിൽ പോകേണ്ട അവസ്ഥ. GDP ഉയരുകയും മനുഷ്യന്റെ മാന്യത നിലംപതിക്കുകയും ചെയ്യുന്ന യാഥാർത്ഥ്യം. ഇന്ത്യയിൽ മർഡർ കേസുകളിൽ മുൻപന്തിയിൽ യു പിയും ബീഹാറുമാണ്. ഇന്ത്യയിൽ റേപ്പ് കേസുകൾ ഉൾപ്പെടെ സ്ത്രീകൾക്കെതിരെയുള്ള ആക്രമണങ്ങളിൽ ഉത്തർപ്രദേശ് രാജ്യത്ത് 1ാം സ്ഥാനത്താണ്. സ്ത്രീകൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമണങ്ങളിലും പീഡിപ്പിച്ച് കൊലപ്പെടുത്തുന്നതിലും ബീഹാർ ഒട്ടും പുറകോട്ടല്ല. നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ 2022 റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിൽ മൊത്തം 57,000-ലധികം ദളിത് ആക്രമണങ്ങളാണ് നടന്നിട്ടുള്ളതെങ്കിൽ 15,000-ലധികം കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള യു പി റെക്കോർഡ്സ് ദ ഹയസ്റ്റ് നമ്പർ ഓഫ് അട്രോസിറ്റീസ് അഗെയിൻസ്റ്റ് ദളിത് ഇൻ ഇന്ത്യ. ദളിത് അറ്റാക്സ് ടോപ്പ് ലിസ്റ്റിൽ 6,500-ലധികം കേസുകളുമായി ബീഹാറും. സോഷ്യൽ ഇൻഇക്വാളിറ്റി വെച്ച് പുലർത്തുന്ന ഈ സ്റ്റേറ്റ്സ് ആണോ നിങ്ങൾ പറഞ്ഞ ഡെവലപ്ഡ് മോഡൽ സ്റ്റേറ്റ്സ്? ഒരു വിഭാഗം മനുഷ്യർക്ക് സുരക്ഷയില്ലെങ്കിൽ അത് ഡെവലപ്മെന്റ് അല്ല, ഓപ്പറേഷൻ ആണ്. ഇവര് ചെയ്യുന്നത് എന്താണെന്നറിയോ? അവിടെ ചെന്നിട്ട് ഈ തരത്തിൽ അതിദാരിദ്ര്യമായിട്ട് കിടക്കുന്ന എന്തെങ്കിലും സ്ഥലം അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുള്ള സ്ഥലം അത് മാത്രം ഹൈലൈറ്റ് ചെയ്യാണ്. ഞാൻ പറയണേ, ഞാൻ ശരിക്കും ആലോചിച്ചു പോയി, എനിക്കൊരു PR ടീം ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് അവരെ വെച്ചിട്ട് പറയും ഇങ്ങനെ ചെയ്യുന്നത്. ഇത് അവരുടെ PR ടീം ചെയ്യുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. PR വർക്ക് ഇതുള്ളവന്റെ മാത്രം രാജ്യമല്ല, ഇല്ലാത്തവന്റെയും കൂടിയാണ്. അവരുടെ അവസ്ഥകളെ അടയാളപ്പെടുത്താതെ മാറ്റി നിർത്തണമെന്നാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ പിന്നെ ഈ രാജ്യം ആരുടേതാണ്? ഒരമ്മയ്ക്കും ഒരു കുട്ടിക്കും സാധാരണ മനുഷ്യനും മാന്യമായി ജീവിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ആ സ്റ്റേറ്റിനെ ഡെവലപ്ഡ് എന്ന് വിളിക്കുന്നത് തന്നെ പച്ചക്കള്ളമാണ്.